മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കുന്നു. സുരേഷ് ഗോപി രാവിലെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. അതേസമയം വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി 12-ന് വയനാട്ടിലെത്തും. വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. സുരേഷ് ഗോപി രാവിലെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, അല്പസമയം മുമ്പാണ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ഔദ്യോഗിക ഓഫീസായ ശാസ്ത്രി ഭവനിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സഹമന്ത്രിയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്രത്തിൽ പുതുതായി ചുമതല ലഭിച്ച മന്ത്രിമാരെല്ലാം തന്നെ ഇന്ന് ചുമതല ഏറ്റെടുക്കും. തങ്ങളുടെ ഔദ്യോഗികമായ ഓഫീസിലെത്തിയാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങുകൾ നടക്കുക. ക്യാബിനറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ സഹമന്ത്രിമാരും ഇന്ന് ചുമതല ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. സഹമന്ത്രിമാരുടെ വകുപ്പുകളും ക്യാബിനറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളും തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്നത്. ക്യാബിനറ്റിൽ കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ പ്രമുഖരെല്ലാം തന്നെ അതേ വകുപ്പുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ, നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ വ്യക്തിയാണ് അമിത്ഷാ. ഗുജറാത്തിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി തുടരും. നിർമ്മല സീതാരാമൻ തമിഴ്നാട് സ്വദേശിയാണ്. കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് നിർമ്മല സീതാരാമനായിരുന്നു. നിർമ്മല സീതാരാമൻ ഇത്തവണയും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യും. ആരോഗ്യമന്ത്രിയായി JP നദ്ദ എത്തുകയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനാണ് JP നദ്ദ. അദ്ദേഹമാണ് ഇത്തവണ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കൃഷി വകുപ്പ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. അദ്ദേഹവും മന്ത്രിസഭയിൽ പുതുതായി എത്തുകയാണ്. അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി നിതിൻ ഗഡ്കരിയാണുള്ളത്. അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായി ചുമതലയേൽക്കും. ഇത്തരത്തിൽ പുതിയ ടീമിനെയും പരിചയസമ്പന്നരെയും ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭയാണ് ഇത്തവണ അധികാരം ഏറ്റിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരാണുള്ളത്. കേരളത്തിൽ ആദ്യമായി താമര വിരിച്ച സുരേഷ് ഗോപി പെട്രോളിയം വകുപ്പിൽ ഇന്ന് ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു. ജോർജ് കുര്യൻ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്പൂർണ്ണമായ പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയ ഒരു സമ്പൂർണ്ണ ടീമാണ് ഇത്തവണ അധികാരമേറ്റതെന്നാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ 2 പ്രഖ്യാപനം കൂടി നടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 3 കോടി ആളുകൾക്ക് പാർപ്പിടം നൽകാനുള്ള പദ്ധതിക്ക് അംഗീകാരമായിരിക്കുന്നു. കൂടാതെ 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപയുടെ പാക്കേജിനും അനുമതി ലഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്നലെ ഈ ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ശ്രമം. 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ വികസിത ഭാരതമാക്കും എന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി NDA യോഗത്തിൽ ഉയർത്തിപ്പിടിച്ചത്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെ ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ RSSന്റെ കയ്യിൽ തന്നെയായിരിക്കും സർക്കാരിൻ്റെ കടിഞ്ഞാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ചില സംസ്ഥാനങ്ങളിലുണ്ടായ തോൽവി RSSനെ പിണക്കിയത് കൊണ്ടാണെന്ന ഒരു വിലയിരുത്തൽ BJPക്കകത്ത് വലിയൊരു വിഭാഗത്തിനുണ്ട്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് RSS പ്രതിനിധി സംഘവുമായി BJP നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. അവർ ചില കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരും RSSന്റെ കടിഞ്ഞാണിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ആതിര, നിതിൻ, വയനാട്ടിലെയും റായ്ബറേലിയിലെയും വിജയത്തിന് ശേഷം നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നാളെ രാഹുൽ ഗാന്ധി സഹോദരി പ്രിയങ്കയോടൊപ്പമാണ് വയനാട്ടിൽ എത്തുക. തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കാനായി ആണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. ഇന്ന് അദ്ദേഹം റായ്ബറേലിയിൽ എത്തുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ വയനാട് രാഹുൽ ഗാന്ധിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അമേഠി മാറി അദ്ദേഹം റായ്ബറേലിയിലാണ് ജനവിധി തേടിയത്. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയാണ് റായ്ബറേലി മണ്ഡലം. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധി വിജയിച്ച മണ്ഡലമാണ്. എന്നാൽ ഇത്തവണ അവിടെ രാഹുൽ ഗാന്ധി മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് റായ്ബറേലിയിൽ നിന്നും ജയിച്ചു വന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ 2 മണ്ഡലങ്ങളിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന ഒരു ചർച്ച വന്നപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരും ഒരുപോലെ ആവശ്യപ്പെട്ടത് റായ്ബറേലി നിലനിർത്തണമെന്നാണ്. എന്നാൽ കേരളത്തിലെ നേതാക്കന്മാർ വയനാട് ഒഴിയരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് താല്പര്യം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരുന്നതാണ്. ഉത്തരേന്ത്യയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത അവർ
രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരുമെന്നാണ് കോൺഗ്രസിന്റെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് റായ്ബറേലിയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. സഹോദരി പ്രിയങ്കയ്ക്കും ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് റായ്ബറേലിയിലെ ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കാനായി അദ്ദേഹം എത്തുന്നത്. തുടർന്ന് നാളെ അദ്ദേഹം വയനാട്ടിലെത്തും. വയനാട്ടിൽ അദ്ദേഹം എത്തുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കും. വയനാട് പാർലമെന്റ് മണ്ഡലം 3 ജില്ലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, വയനാട് ജില്ലയിലെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ എന്നിവ ചേർന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. നാളെ അദ്ദേഹം ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ സന്ദർശിക്കുമെന്ന ഒരു അന്തിമ ഷെഡ്യൂൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉച്ചയോടുകൂടി AICC ആ ഷെഡ്യൂൾ പുറത്ത് വിടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ അദ്ദേഹം സഹോദരി പ്രിയങ്കയ്ക്കൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം തനിക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കാനായി വയനാട്ടിലെത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആതിര, വ്യക്തമാണ്. 3ാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കുന്നു. സുരേഷ് ഗോപി രാവിലെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. അതേസമയം വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി 12-ന് വയനാട്ടിലെത്തുന്നുണ്ട്. ജോർജ് കുര്യനും അല്പസമയത്തിനകം ചുമതലയേൽക്കും.